അയ്യ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ 1809 നാഗർകോവിലിലുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമായിരുന്ന മുടിച്ചൂടും പെരുമാൾ ആ പേര് സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. പിൽക്കാലത്ത് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. ഇപ്പോൾ വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809 ജനിച്ച സ്ഥലം നാഗർകോവിലിലുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. സവർണരുടെ എതിർപ്പ് മൂലം അത് മുത്തുക്കുട്ടി എന്നാക്കി. പിൽക്കാലത്ത് വൈകുണ്ഠർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. 1836 അവർണരുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിൻ്റെ അനീതിക്കുമെതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപീകരിച്ചു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയാണ് സമത്വ സമാജം. അത് സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. 1836 ഇത് സ്ഥാപിക്കുന്നത്. അപ്പം 1836 അവർണരുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിൻ്റെ അനീതിക്കുമെതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപീകരിച്ചു. 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. വൈകുണ്ഠസ്വാമികൾ ജയിലിൽ വെച്ച് അദ്ദേഹം തൈക്കാട് അയ്യനെ പരിചയപ്പെടുകയും തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ ഗുരു. അപ്പോൾ 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ആ ജയിലിൽ വെച്ചിട്ട് തൈക്കാട് അയ്യനെ പരിചയപ്പെട്ടു. തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമീൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും തുടർന്ന് ഒരു പ്രധാന ശിഷ്യനായിട്ട് തുടരുകയും ചെയ്തു. അപ്പോൾ തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമീൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയായിരുന്നു. അപ്പോൾ വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ വൈകുണ്ഠസ്വാമീൻ്റെ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ആ തൊഴിലാളി സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ആ തൊഴിലാളി സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്, വൈകുണ്ഠസ്വാമികളാണ്. മരുത്തോമലയിലാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി സമരം നയിച്ചത് അദ്ദേഹമാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും അദ്ദേഹമാണ്. മരുത്താമലയിലാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അയ്യവഴി എന്ന സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് അയ്യാവഴി. സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവയൽ തവസ്. സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട സാമൂഹിക പരിഷ്കർത്താവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവയൽ തവസ്. സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട സാമൂഹിക പരിഷ്കർത്താവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിഴൽ താങ്കൽ എന്ന് പറയുന്ന ആരാധനാലയങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഉടനീളം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ നിർമ്മിച്ച 2 കിണറുകളാണ് മുന്തിരിക്കിണറും സ്വാമിക്കിണറും. ഇത് നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണുള്ളത്. അപ്പം മുന്തിരിക്കിണർ, സ്വാമിക്കിണർ, ഇത് രണ്ടും അദ്ദേഹം ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി സ്വന്തം നാട്ടിൽ നിർമ്മിച്ച 2 കിണറുകളാണ്. അത് ഇപ്പം നിലവിലുള്ളത് നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ്. ചാന്നാർ ലഹളയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലും ചാന്നാർ ലഹള അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചാന്നാർ ലഹളയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. 1822 ചാന്നാർ ലഹള ആരംഭിച്ചത്. 1859 ജൂലൈ 26 അവസാനിച്ചു. അപ്പോൾ 1822 ചാന്നാർ ലഹള ആരംഭിക്കുന്നത്. 1859 ജൂലൈ 26 ചാന്നാർ ലഹള അവസാനിച്ചു. ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് ചാന്നാർ ലഹള നടന്നത്. നാടാർ സ്ത്രീകളാണ് ചാന്നാർ ലഹള നടത്തിയത്. അപ്പോൾ
ഏത് രാജാവിൻ്റെ കാലത്താണ്? ഉത്തരം തിരുനാളിൻ്റെ കാലത്താണ് ചാന്നാർ ലഹള നടന്നത്. അതിൽ പങ്കെടുത്തത് നാടാർ സ്ത്രീകളാണ്. നാടാർ സ്ത്രീകളാണ് ചാന്നാർ ലഹള നടത്തിയത്. അഖിലത്തിരട്ട് അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അഖിലത്തിരട്ട് അരുൾനൂൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങൾ. 1851 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ അന്തരിച്ചത് 1851 അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളാണ് അഖിലത്തിരട്ട് അരുൾനൂൽ. ഇനി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. വൈകുണ്ഠസ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിള എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ ജന്മദേശം നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിള എന്ന പ്രദേശമാണ്. വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേരെന്തായിരുന്നു? മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിച്ചൂടും പെരുമാൾ എന്നാണ് വൈകുണ്ഠസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യം ഇട്ട പേര്. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരെന്താണ്? മുത്തുക്കുട്ടി. അപ്പോൾ സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരാണ് മുത്തുക്കുട്ടി. ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1836 1836 സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. ഒൻറേ ജാതി ഒൻറേ മതം ഒൻറേ ദൈവം ഒൻറേ ഉലകം ഒൻറേ അരശ് ഈ ആപ്തവാക്യം ആരാണ് പ്രഖ്യാപിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ ആപ്തവാക്യമാണ് ഒൻറേ ജാതി ഒൻറേ മതം ഒൻറേ ദൈവം ഒൻറേ ഉലകം ഒൻറേ അരശ് എന്ന് പറയുന്നത്. രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ തിരുവനന്തപുരത്തുള്ള ഏത് ജയിലിലാണ് അടച്ചത്? ശിങ്കാരത്തോപ്പിലാണ്. അപ്പോൾ ശിങ്കാരത്തോപ്പ് ജയിലിലാണ് രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ അടച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ള ജയിലാണ് ശിങ്കാരത്തോപ്പ്. അവിടെയാണ് രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ തടവിൽ പാർപ്പിച്ചത്. വൈകുണ്ഠസ്വാമികൾ കുഴിച്ച സ്വാമിക്കിണർ അഥവാ മുന്തിരിക്കിണർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വാമിത്തോപ്പിലാണ്. അപ്പോൾ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ കുഴിച്ച സ്വാമിക്കിണർ അഥവാ മുന്തിരിക്കിണർ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധിയോട് കൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തുവയൽ പന്തി കൂട്ടായ്മ. അപ്പോൾ തുവയൽ പന്തി കൂട്ടായ്മ എന്താണ്? വിശുദ്ധിയോട് കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരിയാണ് തുവയൽ പന്തി കൂട്ടായ്മ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയെ എന്തു പറയുന്നു? അയ്യാവഴി എന്നാണ് പറയുക. അപ്പോൾ അയ്യാവഴി എന്താണ്? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അഖിലത്തിരട്ട് എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ് അഖിലത്തിരട്ട്. അതുപോലെ അരുൾനൂൽ എന്ന ഗ്രന്ഥം രചിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ അഖിലത്തിരട്ട്, അരുൾനൂൽ ഇത് രണ്ടുമാണ് വൈകുണ്ഠസ്വാമികളുടെ ഗ്രന്ഥങ്ങൾ. അയ്യാവഴി എന്ന ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അഖിലത്തിരട്ട്. അപ്പോൾ അയ്യാവഴി എന്ന ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അഖിലത്തിരട്ട്. അയ്യ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് നാഗർകോവിൽ ജില്ലയിലാണ്. അപ്പോൾ ഏത് ജില്ലയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചതെന്ന് ചോദിച്ചാൽ നാഗർകോവിലാണ്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നിഴൽത്താങ്കൾ എന്ന പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽത്താങ്കൾ. തുവയൽ പന്തി സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠനാണ്. അപ്പോൾ അയ്യ വൈകുണ്ഠസ്വാമിയാണ് തുവയൽ പന്തി സ്ഥാപിച്ചത്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് അയ്യ വൈകുണ്ഠറാണ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് അയ്യ വൈകുണ്ഠറാണ്. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാല നാമമാണ് മുത്തുക്കുട്ടി. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാല നാമമാണ് മുത്തുക്കുട്ടി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠറാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠറാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെണ്ണീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ 1833 ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. താങ്ക് യു.